Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. 860 വാരങ്ങളായി തുടരുന്ന ബുദ്ധസംഗമം സാംസ്കാരിക കൂട്ടായ്മയുടെ സംഘാടനത്തിലൂടെ രാജ്യാന്തര പ്രശസ്തി നേടിയ കാലടി SNDP ലൈബ്രറി പുരസ്കാര നിറവിൽ. മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ ഈ വർഷത്തെ താലൂക്ക് കൌൺസിൽ, ജില്ലാ കൌൺസിൽ പുരസ്കാരങ്ങളാണ് ലൈബ്രറിയെ തേടിയെത്തിയത്. ജില്ലാ കൌൺസിൽ പുരസ്കാരം ലൈബ്രറി കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണനും, താലൂക്ക് കൌൺസിൽ പുരസ്കാരം ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി MR സുരേന്ദ്രനും സമ്മാനിച്ചു. ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നടത്തിയ 200-ലേറെ വ്യത്യസ്ത പരിപാടികളും മറ്റു വേറിട്ട പ്രവർത്തനങ്ങളുമാണ് ലൈബ്രറിയെ പുരസ്കാരങ്ങൾക്ക് അർഹമാക്കിയത്. സംസ്കൃത സർവകലാശാലയിലെയും സമീപ പ്രദേശങ്ങളിലെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാ റെഫറൻസിനായി ഓടിയെത്തുന്നത് ഇവിടെയാണ്. 77 വർഷം പഴക്കമുള്ള കാലടിയിലെ പ്രസിദ്ധമായ സാംസ്കാരിക സ്ഥാപനമാണ് കാലടി SNDP ലൈബ്രറി. കഴിഞ്ഞ വർഷം 100-ലധികം വീട്ടുമുറ്റ വായനാ സദസ്സുകൾ ലൈബ്രറി സംഘടിപ്പിക്കുകയുണ്ടായി. ശ്രീനാരായണ ഗുരുവിൻ്റെ സാഹിത്യകൃതികളെ ആസ്പദമാക്കിയിട്ട്, ഗുരുവിനെക്കുറിച്ചുള്ള സാഹിത്യകൃതികളെ ആസ്പദമാക്കിയിട്ട് 30 ദിവസം തുടർച്ചയായിട്ട് വീട്ടുമുറ്റ വായനാ സദസ്സുകൾ വായനശാല നടത്തി. ഇപ്പോൾ MT വാസുദേവൻ നായർ അന്തരിച്ചതിനെ തുടർന്ന് ജനുവരി 1 മുതൽ ഇപ്പോൾ 41 ദിവസം തുടർച്ചയായിട്ടുള്ള MTയുടെ കൃതികളിലൂടെയുള്ള വായനാ സഞ്ചാരം, MT വാക്കിൻ്റെ വിസ്മയം എന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഏകദേശം 1500ഓളം മെമ്പർമാരും 52,000-ലധികം പുസ്തകങ്ങളും 40 ലക്ഷത്തിലധികം രൂപ വില വരുന്ന 52,000 പുസ്തകങ്ങളും 100-ൽ പരം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളെല്ലാം ഇവിടെ വരുത്തുന്നുണ്ട്. ധാരാളം ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ നിന്നും, ശ്രീരാം ശങ്കര കോളേജിൽ നിന്നും, തൊട്ടടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം അധ്യാപകരും വിദ്യാർത്ഥികളും ഈ സ്ഥാപനത്തെ വലിയ റഫറൻസ് കേന്ദ്രമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. 47-ൽ സ്ഥാപിതമായ കാർഡിയൻ സോമശേഖരൻ വൈദ്യൻ തുടക്കം കുറിച്ച ഈ പ്രസ്ഥാനം ഇന്ന് വലിയ ഒരു വടവൃക്ഷമായി വളർന്നു കഴിഞ്ഞു. ഗ്രന്ഥശാല സംഘം, പിന്നീട് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ, അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഗ്രന്ഥശാലയ്ക്ക് ഏതാണ്ട് 41 ലക്ഷം രൂപ വില വരുന്ന 52,000-ഓളം പുസ്തകങ്ങളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളുമുള്ള ഗ്രന്ഥശാലയാണ്. ബുദ്ധസംഗമം എന്ന പരിപാടി തന്നെ ഇപ്പോൾ ഏതാണ്ട് 16 വർഷം പിന്നിട്ടിരിക്കുകയാണ്. വലിയ ഒരു സാംസ്കാരിക കൂട്ടായ്മയാണത്. നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അതിനെക്കുറിച്ചൊക്കെ വിശദമായ ചർച്ചകൾ നടക്കുന്ന ഒരു ഇടം കൂടിയാണ് ഈ ഗ്രന്ഥശാല. ഒട്ടനേകം പ്രമുഖരായിട്ടുള്ള, പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ ചർച്ചകളിൽ പങ്കെടുക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഈ ഗ്രന്ഥശാല ഒരു റഫറൻസ് ഗ്രന്ഥശാല കൂടിയാണ്. ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ആളുകൾക്കും ഒക്കെ വളരെ ആവശ്യമായിട്ടുള്ള അപൂർവങ്ങളായ പുസ്തകങ്ങളും നമ്മുടെ ഈ ഗ്രന്ഥശാലയിലുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന ആ ഒരു ഈരടി, അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് മുറുകെ പിടിച്ചുകൊണ്ടാണ് ഗ്രന്ഥശാലയുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിപ്പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ തൊട്ടടുത്ത് നമുക്ക് ഈ ഗ്രന്ഥശാലയുടെ സ്തുത്യർഹമായ അല്ലെങ്കിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് നമുക്ക് താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെയും അതുപോലെ തന്നെ ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെയും പുരസ്കാരങ്ങൾ നേടാൻ കഴിഞ്ഞു. അതുപോലെ സംസ്ഥാന തലത്തിലുള്ള പുരസ്കാരങ്ങളൊക്കെ ഈ ലൈബ്രറി നേരത്തെ നേടിയിട്ടുള്ളതാണ്. ഇനി ഞങ്ങളുടെ ഈ പ്രവർത്തനം നല്ല നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി ദേശീയ തലത്തിലൊരു അംഗീകാരം കൂടി ലഭിക്കുവാൻ ഉള്ള ശ്രമം ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടെ ഞങ്ങൾ നടത്തുന്നു. വിവിധങ്ങളായ പരിപാടികൾ നടത്തുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വായന വാരം സംഘടിപ്പിക്കുക, അവർക്ക് വേണ്ടിയിട്ട് ചില കൗതുകകരമായിട്ടുള്ള നിർമ്മാണം, അതുപോലെ ബോട്ടിൽ ആർട്ട്, ഇങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായ പരിപാടികൾ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോരുന്നുണ്ട്. അപ്പോൾ ഓരോ വിഭാഗം ആൾക്കാർക്കും പ്രത്യേകമായി പരിഗണിക്കുന്ന ഒരു രീതി ഇപ്പോൾ നമ്മൾ അവലംബിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വായനശാല ഭാവിയിൽ കൂടുതൽ നല്ലൊരു പ്രവർത്തനങ്ങൾക്ക് വഴിവെക്കട്ടെ എന്നുള്ള ആശംസ. കേരളത്തിലെ വളരെ വ്യത്യസ്തമായ ഒരു ലൈബ്രറിയിലും ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം എനിക്ക് തോന്നുന്നില്ല.
ഉണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ ഇവിടുത്തെ അനുകരിച്ചുകൊണ്ട് മാത്രമായിരിക്കാം ഈ സംഗീത പരിപാടിയിലൂടെ ഈ ലൈബ്രറി കടന്നു പോകുന്നത്. അതുകൂടാതെ തന്നെ ഈ പാട്ടുകൂട്ടം എന്നാണ് ഇവിടുത്തെ ഗൈഡ് അറിയപ്പെടുന്നത്. പാട്ടുകൂട്ടം അവതരിപ്പിക്കുന്ന സംഗീത പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും ആണ് ഈ സംഗീതമയ ജീവിതം എന്നുള്ള പരിപാടി അവതരിപ്പിക്കുന്നത്. അത് മൺമറഞ്ഞു പോയ വയലാർ അല്ലെങ്കിൽ ദേവരാജൻ മാസ്റ്റർ, ഇപ്പം തന്നെ ഈ ജയചന്ദ്രൻ, ഇവരെല്ലാം അനുസ്മരിക്കുമ്പോൾ സംഗീതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സംഗീതവുമായി ബന്ധപ്പെട്ട ആളുകളാകുമ്പോൾ അവർ പാടിയ അല്ല അവർ സിനിമയിൽ അഭിനയിക്കുന്ന ഭാഗങ്ങളോട് ചേർന്നിട്ടുള്ള ചലച്ചിത്ര ഗാനങ്ങൾ ചേർത്തൊക്കെയുണ്ടാണ് സംഗീതമയ ജീവിതം പോകുന്നത്. നിരവധിയായ പരിപാടികൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ അന്തരിച്ച പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാര്, കലാകാരന്മാര് തുടങ്ങി മൺമറഞ്ഞ എല്ലാവരെയും അനുസ്മരിച്ചുകൊണ്ട് അവരുടെ ജന്മശതാബ്ദി അല്ലെങ്കിൽ ചരമശതാബ്ദി എന്നുള്ള രീതിയിൽ വരുന്ന ഘട്ടത്തിൽ അവരെ ഓർത്തുകൊണ്ട് നിരവധി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആ പരിപാടികൾ സംഘടിപ്പിക്കുന്ന പരിപാടികളിലേക്ക് ആ രംഗത്തെ പ്രഗത്ഭർ വന്ന് പ്രഭാഷണങ്ങൾ നടത്തുന്നു. അതുമായി സഹകരിക്കുന്നവർ ചർച്ചകളിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ഓരോ സമയത്തും ആ സമയത്തിന്റെ അനുസരിച്ചുള്ള, ആ കാലത്തിന്റെ അനുസരിച്ചുള്ള അപ്പം നടക്കുന്ന സംഭവവികാസങ്ങളെ അനുസരിച്ച് തന്നെ കൃത്യമായി പരിപാടികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ലൈബ്രറി കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രാഥമിക അന്വേഷണത്തിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഈ അടുത്ത സമയത്ത് താലൂക്ക് തലത്തിലുള്ള മികച്ച ലൈബ്രറിക്കുള്ള പുരസ്കാരം നമുക്ക് കിട്ടുകയും അതിനുശേഷം ജില്ലാതലത്തിലെ മികച്ച ലൈബ്രറിക്കുള്ള പുരസ്കാരം നമുക്ക് കുട്ടമ്പുഴയിൽ വെച്ച് പ്രസിഡന്റും സെക്രട്ടറിയും കൂടി വാങ്ങുകയും ചെയ്തിരിക്കുകയാണ്. ജനുവരി 1 തുടങ്ങി ലൈബ്രറി നടന്നു വരുന്ന MT വാക്കിൻ്റെ വിസ്മയം എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് എല്ലാ വ്യാഴാഴ്ചയും MTയുടെ വിവിധ പുസ്തകങ്ങളാണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ മിക്കവാറും വനിതകൾക്ക് സമയമില്ലല്ലോ ലൈബ്രറിയിൽ വന്ന് കൊടുക്കുന്നതിന് പരിപാടിയിൽ പങ്കെടുക്കാനും സാധിക്കാത്ത സാഹചര്യത്തിൽ അവർക്ക് വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ പങ്കെടുക്കുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇതോടൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഒരുപാട് വനിതകൾ മാത്രമല്ല എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഈ ബുക്സ്റ്റാൻഡ് എന്ന ഓൺലൈൻ പുസ്തക ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കൂട്ടൻപുഴ, അങ്കമാലി എന്നിവിടങ്ങളിൽ നടന്ന സെമിനാറുകളിൽ ഗ്രന്ഥശാലയ്ക്ക് സമ്മാനിച്ച പുരസ്കാരങ്ങൾ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KB സാബു, സെക്രട്ടറി കാലടി S മുരളീധരൻ, കമ്മിറ്റി അംഗങ്ങളായ NP ചന്ദ്രൻ, MR വിദ്യാധരൻ, PI നാദിർ ഷാ, സതീഷ് കുമാർ, രാധാ മുരളീധരൻ എന്നിവർ ഏറ്റുവാങ്ങി. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, CVR ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.